മഹാഭാരത യുദ്ധത്തിന്റെ 12-ാം നാൾ ഇന്ദ്രപുത്രൻ ഇന്ദ്രസുഹൃത്താകുന്ന കൗരവതോഴൻ ഭഗദത്തനെയും കൊന്നുവീഴ്ത്തി. ശേഷം തന്റെ അടുത്ത ശത്രുവിനെ തിരിഞ്ഞുകൊണ്ട് കേശവൻ തെളിക്കുന്ന രഥത്തിലേറി ആ പടക്കളം അർജുനൻ ചുറ്റി. വൈരിമർദ്ദനൻ ആയിക്കൊണ്ട് അർജുനന്റെ രഥം ദർശിച്ച ഗാന്ധാരരാജൻ ശകുനിയുടെ പുത്രന്മാർ വൃഷകാചലർ അർജുനനെ പോരിനായി ക്ഷണിക്കുമട്ടിൽ അസ്ത്രം അർജുനന്റെ രഥത്തിന്റെ നേർക്ക് തൊടുത്തുവിട്ടു. മുൻപും പിൻപും നിന്നുകൊണ്ട് ആ ധനുർധാരികൾ അർജുനനും കൃഷ്ണനുമെതിരായി വില്ലുകൾ കുലച്ചു. എന്നാൽ തീരാ പകയിൽ ജ്വലിച്ചു നിന്ന അർജുനനെ വൃഷകാചലന്മാരുടെ അസ്ത്രം വല്ലാതെ കോപാകുലനാക്കി. അർജുന കോപത്തിന്റെ ഫലമായി വൃഷകരുടെ കുതിര, സൂതൻ, തേർ, കൊടി, കുട, വില്ല് എന്നിവ ഖണ്ഡിക്കപ്പെട്ടു. അർജുനന്റെ പ്രയോഗം ഗാന്ധാരരാജൻ ശകുനിയെ പ്രകോപിതൻ ആക്കുവാൻ കാരണമായി. ഉടൻ തന്നെ ശകുനിയുടെ നേതൃത്വത്തിൽ ഗാന്ധാരപ്പട അർജുനന് നേർക്കായി തിരിഞ്ഞു. പിന്നീട് അർജുനന് നേർക്കായി ശരമാരി വർഷിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ശകുനിയുടെ ശരവർഷം അർജുന സമക്ഷം എത്തും മുൻപ് സാക്ഷാൽ നരാവതാരം ആ മഹാപടയുടെ 500-ൽ പരം യോദ്ധാക്കളെ തൻ്റെ അഗ്നിദേവന്റെ വരപ്രസാദത്തിൽ നിന്നും ഉതിർന്ന ചാപത്താൽ യമപുരിയിലേക്ക് അയച്ചു. എന്നിരുന്നാലും ശകുനി പതറാതെ തൻ്റെ പത്നി സഹോദര പടയാകുന്ന കാചല രാജാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് അർജുനനെതിരായി വീണ്ടും പോരാട്ടം തുടർന്നു. എങ്കിലും ആ ശ്രീകൃഷ്ണ സുഹൃത്താകുന്ന അർജുനന്റെ അസ്ത്രബലമായി ശകുനിയുടെ അവശേഷിക്കുന്ന സഹോദരങ്ങളും മൃതിയടഞ്ഞു. തൻ്റെ പ്രിയ സഹോദരങ്ങൾ ഏവരും മരിച്ചു വീഴുന്നത് കണ്ട് മായാശതവിഷാദരനാകുന്ന ശകുനി കൃഷ്ണന്മാരെ മയക്കുവാൻ ചില മായാവിദ്യകൾ കാണിച്ചു. ഗദ, ഇരുമ്പ്, പാറ, വടി, വേൽ, ശതഗ്നി, വാൾ, മുൽക്കരം, ശൂലം, പരിക്കം, പട്ടസം, കമ്പനം, മുസലം, നരകർഷ്ടി, പരശ്വതം, ക്ഷുരം, പ്രണാളീകം, വത്സതം, അസ്ഥിസന്ധികൾ, പ്രാസം, ചക്രം, സായങ്ങൾ എന്നു തുടങ്ങി പലതരം ആയുധങ്ങൾ ശകുനിയുടെ മായാവിദ്യയാൽ അർജുനന്റെ മെയിൽ പല ദിക്കിൽ നിന്നും വന്നു പതിച്ചു. അവ കൂടാതെ കഴുത, മഹിഷം, സിംഹം, വ്യാക്രം, സ്മൃപരം, ചില്ലി, കഴുകൻ, ചെന്നായ, കരടി, കുരങ്ങുകൾ എന്നിവയും പല രാക്ഷസന്മാരും പലതരം പക്ഷികളും വിശപ്പോടെ അർജുനന് നേരെ ആക്രമിക്കാനായി അടുത്തു ശകുനിയുടെ ജാലവിദ്യയാൽ. എന്നാൽ ഗാണ്ഡീവധാരി അർജുനന് മുൻപിൽ അദ്ദേഹത്തിന് ഇവയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ജ്ഞാതമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരജ്വാലങ്ങൾ ശകുനിയുടെ മായാപ്രയോഗത്തെ പ്രഹരിച്ചുകൊണ്ട് മുന്നേറി. അങ്ങനെ തൻ്റെ മായകൾ ഓരോന്നോരോന്നായി അർജുനൻ ഇല്ലാതാക്കുന്നത് കണ്ട പൈശാചിക സ്വഭാവിയാകുന്ന ശകുനി വീണ്ടും വീണ്ടും പല ദ്രോഹപ്രവർത്തികളും ചെയ്തു രസിച്ചു നിന്നു. എന്നാൽ മായകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ശകുനി പാർത്ഥാസ്ത്ര ഭയം മൂലം ജീവൻ ഭയന്ന് തൻ്റെ രഥത്തിൽ ഏറി പിന്തിരിഞ്ഞ് ഓടി.